ഒരു മിന്നൽ പിണറിന്റെ താപനില 30,000 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കൂടുതലാകാമെന്ന് നിങ്ങൾക്കറിയാമോ? അത് സൂര്യന്റെ ഉപരിതല താപനിലയുടെ 6 ഇരട്ടിയാണ്. മറ്റ് ഭൂരിഭാഗം നക്ഷത്രങ്ങളുടെയും അതുപോലെ തന്നെ. കൂടാതെ മിന്നൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്ന വേഗം എന്നത് പലപ്പോഴും മണിക്കൂറിൽ 50,000 മുതൽ 55,000 കിലോമീറ്റർ വരെയാണ്. എല്ലാ മിന്നലുകളിലെയും ഏകദേശം 75% അന്തരീക്ഷത്തിനുള്ളിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. അവ ഭൂമിയുടെ ഉപരിതലത്തെ ഒരിക്കലും സ്പർശിക്കുന്ന പോലുമില്ല. ശരാശരി ഓരോ വർഷവും നമ്മുടെ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ ഏകദേശം 1.5 ബില്യൺ മിന്നൽ പിണറുകൾ ഉണ്ടാകുന്നുണ്ട്. ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ ഈ മിന്നലുകളെ നമുക്ക് എണ്ണാൻ കഴിയും. ഒരു മിന്നലിന്റെ ശരാശരി നീളം എന്നത് ഏകദേശം 9.5 കിലോമീറ്ററാണ്. അത് സമുദ്രനിരപ്പിൽ നിന്നും ഭൂമിയിലെ ഏറ്റവും ഉയർന്ന സ്ഥലമായ എവറസ്റ്റിന്റെ ഉയരത്തെക്കാളും കൂടുതലാണ്. ജനപ്രിയമായ പഴമൊഴികൾക്ക് വിരുദ്ധമായി മിന്നൽ ഒരേ സ്ഥലത്ത് 2 തവണയോ അതിലധികമോ പതിക്കാറുണ്ട്. മിന്നൽ എപ്പോഴും ഏറ്റവും കുറഞ്ഞ പ്രതിരോധമുള്ള വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഒരു ശരാശരി മിന്നലിൽ അടങ്ങിയിരിക്കുന്ന ഊർജം 10 ദശലക്ഷം ജനസംഖ്യയുള്ള ഒരു മഹാനഗരത്തെ മുഴുവൻ ഒരു വർഷത്തേക്ക് വൈദ്യുതി വൽക്കരിക്കുവാൻ മതിയാകും. ഇടിമിന്നലുകളും മിന്നൽപ്പാടുകളും വെള്ളത്തിന് മുകളിലൂടെ കരയേക്കാൾ കൂടുതൽ സംഭവിക്കുന്നുണ്ട് എങ്കിലും മിന്നൽ വെള്ളത്തെ, കരയെയോ മറ്റു വസ്തുക്കളെയോ അപേക്ഷിച്ച് ഏകദേശം 5 ഇരട്ടി കുറവാണ് അടിക്കുന്നത്. എന്നാൽ അടുത്തിടെ മാത്രമാണ് നമുക്കറിയുവാൻ കഴിഞ്ഞ ചില വസ്തുതകളും സംഭവങ്ങളും ഉണ്ടായത്. സമീപകാലത്ത് ശാസ്ത്രജ്ഞർ മിന്നലുകളുമായി ബന്ധപ്പെട്ട് മുൻപൊരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത പല അസാധാരണ പ്രതിഭാസങ്ങളെയും രേഖപ്പെടുത്തുകയും പഠിക്കുകയും ചെയ്തു. ആ അറിവുകൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നവയാണ്. നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത ഇടിമിന്നലുകളാണ് കാണാൻ പോകുന്നത്. 1989 ജൂലൈയിൽ 73 വയസ്സ് പ്രായമുള്ള നാസ വിദഗ്ധൻ ജോൺ റാൻഡോൾഫ് വിംഗ്ലർ വളരെയേറെ ദൂരെയുള്ള ഒരു ഇടിമിന്നൽ മേഘത്തിൽ നിന്നും വളരെ വിചിത്രവും ഒരുപാട് വലിപ്പം കൂടുതലുമുള്ളതായ ഒരു പ്രകാശ ചിറക് ശ്രദ്ധിച്ചു. അദ്ദേഹം അന്തരീക്ഷ പ്രകാശ പ്രതിഭാസത്തിൽ വിദഗ്ധനായിരുന്നു. അതിനാൽ ഇതുപോലുള്ള ഒന്നും നിരീക്ഷണ ചരിത്രത്തിൽ മുൻപ് രേഖപ്പെടുത്തിയിട്ടേയില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം തൻ്റെ പഴയ സ്പീഡ് ക്യാമറയിൽ ആ ഇടിമിന്നൽ ചിത്രീകരിക്കുകയും ഫലങ്ങൾ പഠിക്കുകയും ചെയ്തപ്പോൾ താൻ ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ നടത്തിയതായി ശാസ്ത്രജ്ഞന് മനസ്സിലായി. ആ പ്രകാശ ചിറകുകൾക്ക് സ്പ്രൈറ്റ്സ് എന്ന് പേരിട്ടു. വില്യം ഷേക്സ്പിയറിൻ്റെ എ മിഡ് സമ്മർ നൈറ്റ്സ് ഡ്രീം എന്ന ഹാസ്യ നാടകത്തിലെ അത്ഭുതാത്മാക്കളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ പേര് നൽകിയത്. സ്പ്രൈറ്റ്സുകളുടെ കണ്ടെത്തൽ പ്രകൃതിയിൽ മുൻപ് അറിയപ്പെടാത്ത ഒരു കൂട്ടം പ്രതിഭാസങ്ങളിലേക്കുള്ള പുതിയ വാതിലാണ് തുറന്നത്. 21-ാം നൂറ്റാണ്ട് വരെയും ശാസ്ത്രലോകത്തിന് സ്പ്രൈറ്റ്സുകളെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. എന്താണ് യഥാർത്ഥത്തിൽ ഈ സ്പ്രൈറ്റ്സുകൾ? ഇവ വലിയ തോതിലുള്ള വൈദ്യുത ഡിസ്ചാർജുകളാണ്. ഇടിമിന്നൽ മേഘങ്ങളുടെ വളരെയേറെ മുകളിൽ ഭൂമിയിൽ നിന്നും 50 മുതൽ 90 കിലോമീറ്റർ വരെ ഉയരമുള്ള മെസോസ്ഫിയറിൽ ഇവയുണ്ടാകുന്നു. സാധാരണയായി മേഘത്തിനും തറയ്ക്കും ഇടയിലുണ്ടാകുന്ന പോസിറ്റീവ് മിന്നൽ പിണറുകളാണ് ഇവയ്ക്ക് കാരണമാകുന്നത്. സാധാരണ മിന്നലുകളിൽ നിന്നും ഇവ എങ്ങനെ വ്യത്യസ്തമാകും? ഇവയുടെ വലിപ്പം സാധാരണ മിന്നലുകളെ അപേക്ഷിച്ച് വളരെയേറെ കൂടുതലാണ്. ഇവ അത്യന്തം വലുതാണ്. പല ദശക കിലോമീറ്ററുകൾ വരെ നീളമുണ്ട്. ഇവയ്ക്ക് വിചിത്രമായ ചുവപ്പ് നിറമാണുള്ളത്. രൂപവും അത്യന്തം വിചിത്രമാണ്. ആദ്യമായി കാണുന്നവർ അത്ഭുതപ്പെട്ടു പോകും. കാണുന്ന പല കാര്യങ്ങളെയും മറ്റു പല രീതിയിലും സങ്കല്പിക്കുവാൻ ശേഷിയുള്ളവർക്ക് ഇവയ്ക്ക് തലയും മുടിയും തണ്ടുകളുമുള്ള ഒരു വിചിത്ര ജീവിയെ പോലെ തോന്നും. ഇത് കഥകളല്ല. സ്പ്രൈറ്റ്സുകളുടെ വിവിധ ദൃശ്യരൂപങ്ങൾ വർഗീകരിക്കുവാൻ ശാസ്ത്രജ്ഞന്മാർ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. സ്പ്രൈറ്റ്സിലെ ഏറ്റവും തെളിഞ്ഞ ഭാഗം എന്നത് തലയാണ്. ഇത് സാധാരണയായി 66 മുതൽ 74 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് കാണപ്പെടുന്നത്. കൂടാതെ വളരെയേറെ തിളക്കമുള്ള ചുവന്ന നിറവും ഇവയ്ക്കുണ്ട്. തലയുടെ മുകളിൽ ചിലപ്പോൾ നീണ്ടു മെലിഞ്ഞ രൂപങ്ങൾ കാണുവാൻ സാധിക്കും. തലയുടെ മുകളിലായതുകൊണ്ട് ഇവ സ്പ്രൈറ്റ്സിൻ്റെ മുടിയാണ്. ഇവ ഇരുണ്ട ചുവപ്പ് നിറത്തിലാണ് കാണപ്പെടുക. തലയിൽ നിന്ന് ഒരു ഇരുണ്ട വരയാൽ വേർപിരിഞ്ഞിരിക്കും. ഏകദേശം 90 കിലോമീറ്റർ ഉയരം വരെ ഇവയ്ക്കുണ്ടാകും. തലയുടെ ചുറ്റും സാധാരണയായി ഒരു പ്രകാശവലയം കാണപ്പെടാറുണ്ട്. അതാണ് സ്പ്രൈറ്റിൻ്റെ ഹാലോ.
ഇതിന് ഏകദേശം 50 കിലോമീറ്റർ വ്യാസവും 10 കിലോമീറ്റർ കനവും ഉണ്ടാകും. സ്പ്രൈറ്റ് പ്രത്യക്ഷപ്പെടുന്നതിന് ഏകദേശം 1 മില്ലി സെക്കൻഡ് മുൻപ് ഹാലോ പ്രത്യക്ഷപ്പെടും. ഇവിടം കൊണ്ട് തീർന്നില്ല ഇവയുടെ രൂപസവിശേഷത. തലയുടെ താഴെ ഭാഗത്ത് ടെൻഡ്രിൽസ് എന്ന നാരു പോലുള്ള ഘടനകൾ കാണപ്പെടുന്നുണ്ട്. 66 കിലോമീറ്ററിന് താഴെയായിരിക്കും ഇവ സ്ഥിതി ചെയ്യുന്നത്. മുകളിൽ ഇരുണ്ട ചുവപ്പും താഴേക്ക് പോകുന്തോറും വയലറ്റ് നിറവുമായിരിക്കും ഇവയുടെ കളർ. ഒരു സ്പ്രൈറ്റിൻ്റെ ആകെ ഉയരം എന്നത് ശരാശരി 65 കിലോമീറ്ററോളം എത്തും. അതേസമയം വീതി പല ദശക കിലോമീറ്ററുകൾ വരെ ആയിരിക്കും. ഇത്രത്തോളം സവിശേഷതയുള്ള ഇവയെ ഞാൻ ആകാശത്ത് കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഇവ എവിടെ നിന്നാണ് വരുന്നത്? വിചിത്രമായ കാര്യം എന്തെന്നാൽ സ്പ്രൈറ്റുകൾ അത്യന്തം ശക്തിയേറിയ സാധാരണ മിന്നലുകളുടെ വിപുലമായ രൂപമാണ്. എന്നാൽ അതിനായി മേഘത്തിൽ നിന്ന് നിലത്തേക്കുള്ള മിന്നലായിരിക്കണം ഉണ്ടാകേണ്ടത്, മറിച്ചല്ല. സ്പ്രൈറ്റുകൾ ഒറ്റയ്ക്കുണ്ടാകുന്നത് അത്യപൂർവമാണ്. സാധാരണയായി 2 or 3 ചേർന്നാണ് ഇവ പ്രത്യക്ഷപ്പെടുക. ഒരു സ്പ്രൈറ്റിൻ്റെ ദൈർഘ്യം ഏകദേശം ശരാശരി 70 മില്ലി സെക്കൻഡാണ്. ഒരു ചെറിയ നിമിഷത്തിനിടെ 0.2 മുതൽ 2.5 മെഗാവാട്ട് വരെ ശക്തിയുള്ള ഊർജം ഇവ പുറപ്പെടുവിക്കുന്നു. പുതിയ പഠനങ്ങൾ പ്രകാരം സ്പ്രൈറ്റുകൾ 10 മുതൽ 100 മീറ്റർ വരെ വ്യാസമുള്ള ചെറിയ അയണൈസേഷൻ ഗോളങ്ങളുടെ കൂട്ടങ്ങളാണ്. ഈ ഗോളങ്ങൾ അതിശക്തമായ വേഗതയിൽ പ്രകാശവേഗത്തിൻ്റെ ഏകദേശം 0.1 ഭാഗം താഴെ സഞ്ചരിക്കുന്നു. ഇത്തരമൊരു വേഗതയിൽ ചാർജ് സഞ്ചരിക്കുന്നത് സാധാരണ മിന്നലുകൾക്ക് അസാധ്യമാണ്. അവയുടെ പരമാവധി വേഗം എന്നത് 1000 കിലോമീറ്റർ പെർ സെക്കൻഡ് മാത്രമാണ്. എന്നാൽ അപൂർവമായ അയണോസ്ഫിയറിൽ ചാർജ് വളരെയേറെ വേഗതയിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ടാണ് സ്പ്രൈറ്റുകൾ അത്രയും വേഗതയേറിയതും പിടികിട്ടാപ്പുള്ളികളുമായി മാറിയത്. എന്നാൽ വേഗത്തിൻ്റെ കാര്യത്തിൽ ഇവയേക്കാൾ അതിശയകരമായ മറ്റൊരു മിന്നൽ പ്രതിഭാസം തന്നെയുണ്ട്. എൽവ്സ്. സ്പ്രൈറ്റുകളെ പോലെ തന്നെ എൽവ്സ് എന്ന പേരും ഷേക്സ്പിയറിൽ നിന്ന് തന്നെയാണ് വന്നത്. എന്നാൽ ഇതൊരു ചുരുക്കപ്പേര് മാത്രമാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് ഉറവിടങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശവും അത്യന്തം കുറഞ്ഞ ആവൃത്തി പ്രതിയാനങ്ങളും. ഇവ മുകളിലുള്ള അന്തരീക്ഷത്തിലെ ഏറ്റവും ചെറിയ നേരം മാത്രം നിലനിൽക്കുന്ന ഏകദേശം കണ്ണിറക്കുന്ന നിമിഷം പോലെയുള്ള മിന്നൽ പ്രതിഭാസമാണ്. ആധുനിക ചിത്രീകരണ സാങ്കേതിക വിദ്യകൾ കൊണ്ടാണ് ഈ അത്ഭുതകരമായ കാഴ്ചകൾ നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. എൽവ്സ് ഭീമാകാരമായ ചുവപ്പ് വയലറ്റ് വളയങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. ഇവ ഇടിമിന്നൽ മേഖലകളുടെ മുകളിൽ സ്പ്രൈറ്റുകളേക്കാൾ കൂടുതൽ 80 മുതൽ 100 കിലോമീറ്റർ വരെ ഉയരത്തിൽ രൂപപ്പെടുന്നു. ഒരു സ്ഥലത്ത് ഒരു പ്രകാശം ഉദിക്കുന്നു, അത് അതിവേഗം വളയമായി വ്യാപിക്കുന്നു. 300 മുതൽ 400 കിലോമീറ്റർ വരെ വ്യാസം എത്തി അത് പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു. ഇപ്പോൾ നമ്മൾ കണ്ട ഈ മുഴുവൻ പ്രക്രിയയും 1 മില്ലി സെക്കൻഡിനുള്ളിലാണ് നടക്കുന്നത്. സ്പ്രൈറ്റുകളെ പോലെ തന്നെ മേഘങ്ങളിൽ നിന്ന് നിലത്തേക്കുള്ള ശക്തമായ മിന്നലുകളാണ് എൽവ്സിലും കാരണമാകുന്നത്. ഈ മിന്നലിൻ്റെ പാത ഒരു പ്രകൃതിദത്ത സംരക്ഷിത ആന്റിനയായി പ്രവർത്തിക്കുന്നു. അതിൽ നിന്നും വളരെ കുറഞ്ഞ ആവൃത്തിയുള്ള ശക്തമായ ഒരു ഗോളാകൃതിയിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗം പ്രകാശവേഗതയിൽ രൂപപ്പെടുന്നു. 300 മൈക്രോ സെക്കൻഡിനുള്ളിൽ അത് ഏകദേശം 100 കിലോമീറ്റർ ഉയരം വരെ എത്തുന്നു. അവിടെ ആ തരംഗം നൈട്രജൻ അണുക്കളെ ഉത്തേജിപ്പിച്ച് ചുവപ്പ് വയലറ്റ് പ്രകാശമാണ് സൃഷ്ടിക്കുന്നത്. തരംഗം കൂടുതൽ വ്യാപിക്കുമ്പോൾ വളയവും വലുതാക്കപ്പെടുന്നു. ഒടുവിൽ അത് മങ്ങിപ്പോകുന്നു. എൽവ്സിനെ കുറിച്ചുള്ള ശാസ്ത്രലോകം അധികം വിവാദത്തിലേർപ്പെട്ടിട്ടേയില്ല. അവയുടെ സ്വഭാവം വളരെ വ്യക്തമാണ്. നിർഭാഗ്യവശാൽ അവ മനുഷ്യൻ്റെ കണ്ണുകൾക്ക് നേരിട്ട് കാണുവാൻ കഴിയില്ല. സ്പ്രൈറ്റുകളെ പോലെ അല്ല. എന്നാൽ നമുക്ക് സ്വന്തം കണ്ണുകളാൽ കാണാൻ സാധിക്കുന്ന അതിലും ദുരൂഹവും അപൂർവവുമായ മറ്റൊരു വൈദ്യുത പ്രതിഭാസമുണ്ട്. അവയാണ് ജെറ്റ്സ്. ഒരു ജെറ്റ് ഇടിമിന്നൽ മേഘത്തിൻ്റെ മുകളിലെ അരികിൽ നിന്നും ആരംഭിക്കുന്ന മറിച്ചിട്ട ഒരു ഇടുങ്ങിയ നീല കോണാകൃതിയുള്ള പ്രകാശ സ്തംഭം പോലെയാണ് കാണപ്പെടുക. ചിലപ്പോൾ അത് 40 കിലോമീറ്റർ വരെ ഉയരത്തിലെത്തും. ബ്ലൂ ജെറ്റുകളുടെ വേഗം സെക്കൻഡിൽ 10 മുതൽ 100 കിലോമീറ്റർ വരെയാണ്. ജെറ്റുകൾ ആരംഭിക്കുന്ന ഉയരത്തിൽ അന്തരീക്ഷമർദ്ദം എപ്പോഴും കൂടുതലായതിനാൽ അവ നീല നിറത്തിലാണ് കാണപ്പെടുക. ഇത് സാന്ദ്രമായ അന്തരീക്ഷത്തിലെ നൈട്രജൻ അണുക്കളുടെ പ്രകാശമാണ്. ഏകദേശം എല്ലാ സാധാരണ മിന്നലുകളും വൈദ്യുത ഡിസ്ചാർജുകളും ഉയർന്ന താപനിലയുള്ള ജ്വാലകളും ഇതുപോലെയാണ് പ്രകാശിക്കുന്നത്. ചിലപ്പോൾ മേഘത്തിൻ്റെ മുകളിൽ അരികിൽ നിന്നും ബ്ലൂ സ്റ്റാർട്ടേഴ്സ് എന്നറിയപ്പെടുന്ന പ്രതിഭാസങ്ങളും മുകളിലേക്ക് ഉയരാറുണ്ട്.
എന്നാൽ അവ 30 കിലോമീറ്ററിന് മുകളിലേക്ക് പോകുന്നില്ല. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ഇപ്പോഴും വ്യക്തമല്ല. ചില ശാസ്ത്രജ്ഞർ അവ സാധാരണ മിന്നലിന്റെ ഒരു ഡിസ്ചാർജ് ആണെന്നും കുറഞ്ഞ മർദ്ദമുള്ള പ്രദേശത്ത് പ്രവേശിക്കുമ്പോൾ അവ വികസിക്കുന്നതാണ് എന്നും കരുതുന്നു. എന്നാൽ മറ്റു ചിലർ അവ പൂർണ്ണമായി വികസിക്കാത്ത ജെറ്റുകളാണെന്നാണ് വിശ്വസിക്കുന്നത്. ഏറ്റവും വിചിത്രമായ കാര്യം എന്തെന്നാൽ ജെറ്റുകളുടെ പ്രത്യക്ഷപ്പെടൽ എല്ലായ്പ്പോഴും ദൃശ്യമായ മിന്നൽ ഡിസ്ചാർജുകളുമായി ബന്ധപ്പെട്ടിരിക്കണം എന്നില്ല. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാൻ ശാസ്ത്രജ്ഞർ ഇപ്പോഴും തലപുകച്ചുകൊണ്ടേയിരിക്കുകയാണ്. ബ്ലൂ ജെറ്റുകളിലെ ഏറ്റവും രസകരമായ മറ്റൊരു വിഭാഗമുണ്ട്. അവയെ ജെയിന്റ് ജെറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഇവ ഭൂമിയുടെ ഉപരിതലത്തിനടുത്ത് നിന്ന് ആരംഭിച്ച് 90 കിലോമീറ്റർ വരെ ഉയരത്തിലെത്തുന്നു. ട്രോപ്പോസ്ഫിയറിൽ നിന്നും ദൂരെയുള്ള അയണോസ്ഫിയർ വരെ മുഴുവൻ യാത്ര ചെയ്യുന്ന ഡിസ്ചാർജുകൾ ആയതിനാൽ ഇവ ശാസ്ത്രജ്ഞന്മാർക്ക് വളരെ പ്രധാനപ്പെട്ടവയാണ്. ജെയിന്റ് ജെറ്റുകൾ എത്ര മഹത്തായവയോ അത്ര തന്നെ അപൂർവവുമാണ്. ഇതുവരെ വെറും 12,000-ലും അധികം സംഭവങ്ങൾ മാത്രമേ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളൂ. അതേസമയം സാധാരണ ബ്ലൂ ജെറ്റുകളേക്കാൾ അല്പം കൂടുതൽ സമയം ഇവ നിലനിൽക്കും. എങ്കിലും ഇതൊരു സെക്കൻഡിന്റെ ചെറിയ ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. ജെയിന്റ് ജെറ്റുകളുടെ അത്യന്തം അപൂർവതയും പിടികിട്ടാപ്പുള്ളികളും ആയതിനാൽ അവയെക്കുറിച്ചുള്ള ശാസ്ത്രീയ വിവരങ്ങൾ ഇപ്പോഴും വളരെയേറെ കുറവാണ്. അവസാനമായി നമുക്ക് വീണ്ടും ഭൂമിക്കടുത്തേക്ക് തന്നെ മടങ്ങാം. കാരണം ചിലപ്പോൾ ഇടിമിന്നൽ സ്പ്രൈറ്റ്സിനെയും എൽവിസിനെയും ജെറ്റുകളെയും പോലെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒന്നിനെ സൃഷ്ടിക്കും. നമ്മൾ സംസാരിക്കുന്നത് ഫയർബോൾസ് അല്ലെങ്കിൽ ബോൾ ലൈറ്റിനിങ്ങിനെ കുറിച്ചാണ്. അവയിൽ എന്തായിരിക്കും പ്രത്യേകത? പുരാതന കാലം മുതൽ ഇതിനെക്കുറിച്ച് അനേകം ദൃക്സാക്ഷി വിവരണങ്ങൾ നിലവിലുണ്ട്. എല്ലാവരും ഏകദേശം ഒരേ തരത്തിലുള്ള വിവരണമാണ് നൽകുന്നത്. ഒരു വട്ടത്തിലുള്ള പ്രകാശമുള്ള മിന്നൽ ഗോളം. അത് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു. അത് വീടിനുള്ളിലേക്ക് പറന്നു വരാം. വിചിത്രമായ പാതയിലൂടെ അത് സഞ്ചരിക്കുന്നു. വിചിത്രമായ പാതയിലൂടെയാണ് അത് ചലിക്കുന്നത്. ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ ശാന്തമായി അപ്രത്യക്ഷമാകും. അത് കാണുമ്പോൾ അത് ജീവനുള്ളതുപോലെ നമുക്ക് തോന്നും. എല്ലാവർക്കും ബോൾ ലൈറ്റനിങ് യഥാർത്ഥമാണെന്ന് തോന്നും. പക്ഷേ അത് അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഇത് ഇന്നും പിടികിട്ടാത്ത ഒരു പ്രതിഭാസം തന്നെയാണ്. ശാസ്ത്രലോകത്ത് പോലും ഇതിൻ്റെ അസ്തിത്വം വിശ്വസിക്കാത്ത ചിലർ ഇപ്പോഴുമുണ്ട്. 2010 ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞരായ ജോസഫ് പിയറും അലക്സാണ്ടർ കെൻഡലും ഒരു രസകരമായ ശാസ്ത്രീയ സിദ്ധാന്തം അവതരിപ്പിച്ചു. അവരുടെ അഭിപ്രായത്തിൽ ബോർ ലൈറ്റിങ്ങിനെ കുറിച്ചുള്ള നിരവധി വിവരങ്ങൾ യഥാർത്ഥത്തിൽ ഫോസ്ഫീനുകൾ മാത്രമാണ്, അതായത് കണ്ണിലെ ദൃശ്യഭ്രമങ്ങൾ. അവരുടെ കണക്കുകൂട്ടലുകൾ പ്രകാരം ചില മിന്നലുകൾ ശക്തമായ കാന്തിക ഫീൽഡുകൾ മനുഷ്യന്റെ ദൃശ്യ കോർട്ടെക്സിലെ ന്യൂറോണുകളിൽ വൈദ്യുത ഫീൽഡുകൾ സൃഷ്ടിക്കുന്നു. ഇത് മനുഷ്യർക്ക് ബോർ ലൈറ്റിംഗ് പോലെ തോന്നാൻ ഇടയാക്കുന്നു. വീണ്ടും പറയാം, ചില പ്രശസ്തരും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളവരുമായ ശാസ്ത്രജ്ഞർ ബോർ ലൈറ്റിംഗ് യാഥാർത്ഥ്യമല്ല, മറിച്ച് മനുഷ്യ മനസ്സിന്റെ സൃഷ്ടി മാത്രമാണെന്ന് വിശ്വസിക്കുകയും തെളിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ നിരാശപ്പെടാൻ ഇനിയും സമയമായിട്ടില്ല. 2012 ജൂലൈ 23-ന് ചൈനീസ് ശാസ്ത്രജ്ഞൻ ഒരു പീഠഭൂമിയിൽ യഥാർത്ഥ മിന്നലുകളെ സ്പെക്ട്രോമീറ്ററുകൾ ഉപയോഗിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് അവർക്ക് വലിയൊരു ഭാഗ്യം ലഭിച്ചു. ഒരു യഥാർത്ഥ ബോർ ലൈറ്റിംഗ് അവരുടെ ഉപകരണങ്ങളുടെ കാഴ്ചയിൽപ്പെട്ടു. 1.64 സെക്കൻഡ് നീണ്ടുനിന്ന അതിൻ്റെ പ്രകാശവും വിശദമായ സ്പെക്ട്രവും അവർ രേഖപ്പെടുത്തി. അവരുടെ ഡേറ്റ പ്രകാരം ബോർ ലൈറ്റിംഗ് അയണൈസ്ഡ് ഇരുമ്പ്, സിലിക്കൺ, കാൽസ്യം എന്നിവ കൊണ്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇരുമ്പും സിലിക്കണും കാൽസ്യവുമെല്ലാം മണ്ണിൻ്റെ പ്രധാന ഘടകങ്ങളാണ്. അതായത് സാധാരണ മിന്നൽ നിലത്തടിക്കുമ്പോഴേക്കും ബോർ ലൈറ്റിംഗ് ഉണ്ടാകും. എന്നാൽ ഇത്തരമൊരു സ്ഥിരതയുള്ള ഗോളം എങ്ങനെ രൂപപ്പെടുന്നു എന്നതിൻ്റെ യഥാർത്ഥ സംവിധാനം ഇന്നും ഒരു രഹസ്യമായി തന്നെ തുടരുന്നു. അങ്ങനെ നോക്കുമ്പോൾ മിന്നലുകളെക്കുറിച്ചുള്ള ഇപ്പോഴും എത്രയോ ദുരൂഹമായ കാര്യങ്ങൾ നമുക്കറിയാനുണ്ട് എന്ന് മനസ്സിലാകും. നാം ദൂരെയുള്ള നക്ഷത്രങ്ങളിലേക്കും ഗ്രഹങ്ങളിലേക്കും ബഹിരാകാശത്തേക്കും കണ്ണോടിക്കുമ്പോൾ അനവധി രഹസ്യങ്ങൾ ഇപ്പോഴും നമ്മുടെ കൺമുൻപിൽ തന്നെയുണ്ട്, ഭൂമിയുടെ അന്തരീക്ഷത്തിനുള്ളിൽ തന്നെ. പക്ഷേ അവ ഇപ്പോഴും പൂർണ്ണമായി കണ്ടെത്തുവാനോ വിശദീകരിക്കുവാനോ നമുക്ക് സാധിച്ചിട്ടേയില്ല. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടുകളെല്ലാം കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.